ഹലോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വെക്കേഷൻ വെറും 10 ദിവസത്തേക്ക് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ കേരള എക്സ്പ്രസ്സാണ് പോയത്. അപ്പം കേരള എക്സ്പ്രസ്സിൽ കയറി ഞങ്ങൾ രാത്രിയിൽ ഇഡ്ഡലി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയിലത്തേക്ക് മാത്രമേ പാക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. കാരണം അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്കുള്ള ടൈം കിട്ടിയില്ല പാക്ക് ചെയ്യാനുള്ള ഒന്നും. ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് അന്ന് രാത്രിയിലാണ് ട്രെയിൻ കയറിയത്. പിറ്റേ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം കൂടെയുള്ള ആളുകളൊക്കെ നല്ല ആൾക്കാരായിരുന്നു, വർത്തമാനം പറയുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ജേർണി ഓക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും പിറ്റേ ദിവസം ഒരു ബോറിംഗ് ആണ് കുറച്ച്. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത്. തേർഡ് ഡേ എത്തിയപ്പോൾ നമ്മുടെ എന്താ പറയുക, നാട് ഒരു ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ വളരെ ബോർഡർ ക്രോസ് ചെയ്തു പാലക്കാടെത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഏതൊരു മലയാളിക്കും ഫീൽ ചെയ്യുന്നതാണ്. ആ ഒരു ബോർഡർ ക്രോസ്, തമിഴ്നാട് കേരള ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴത്തെ ആ ഒരു മനസ്സിൽ വരുന്ന ഫീലിംഗ്, അതൊരു വല്ലാത്ത ഫീലിംഗ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗാണ്. അപ്പം അത് കഴിഞ്ഞപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞ് അവിടെ പഴംപൊരിയൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു. നമ്മുടെ പാലക്കാട് എത്തിയപ്പോഴത്തെ അപ്പോൾ ആ സൗന്ദര്യം കണ്ടില്ല, പ്രകൃതി സൗന്ദര്യം തന്നെ കണ്ടില്ല, എത്ര പച്ചപ്പാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജനലിൽ കൂടി കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകുമായിരുന്നു. കുറച്ച് ലേറ്റായിരുന്നു ട്രെയിന്. എന്നാലും നാട്ടിലെത്തുമ്പോഴത്തേക്കും നമുക്കത് തോന്നും എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് തോന്നും. അപ്പം ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെ ട്രെയിൻ പോകുന്ന കാഴ്ച. വെള്ളം അധികമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് തോന്നുന്നു ഈ സമ്മറായി തുടങ്ങിയോണ്ടായിരിക്കും വെള്ളം അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് കഴിഞ്ഞ് ഭാരതപ്പുഴ എത്തുന്ന ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ് ഈ സീനുകളൊക്കെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നാട്ടിലെത്തി. ഇന്നലെ രാത്രിയിൽ ലേറ്റായിരുന്നു കുറച്ച് ട്രെയിന്, 1/4 മണിക്കൂർ ലേറ്റായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, യാത്രയൊക്കെ സുഖമായിരുന്നു. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ അച്ഛനെയും അമ്മയും കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. ബാക്കി ക്ലൈമറ്റൊക്കെ ഇപ്പം ചൂടില്ല, രാവിലെ വലിയ ചൂടും ഇല്ല. പക്ഷേ ഉച്ചയാകുമ്പോൾ നല്ല വെയിലാണെന്ന് പറയുന്നു, നോക്കാം. അപ്പോൾ ഇനി കുറച്ച് ദിവസമുണ്ട് ഇവിടെ, കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അത് എൻജോയ് ചെയ്യണം മാക്സിമം എല്ലാവരുടെയും കൂടെ എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഇതിപ്പം എൻ്റെ കുടുംബ അമ്പലത്തിൽ, അവിടെ ഒരു മാസത്തിലെല്ലാം ഫസ്റ്റ്, നമ്മുടെ മലയാള മാസത്തിലെ ഫസ്റ്റ് ഞായറാഴ്ചയാണ് അവിടെ നട തുറന്ന് പൂജയുള്ളത്. അപ്പോൾ ഈ വർഷം അതിനുള്ള ഭാഗ്യമുണ്ടായി. ദേവി നട തുറന്ന് തൊഴാനുള്ള ഭാഗ്യമുണ്ടായി. അതിൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം എപ്പോഴും വെക്കേഷൻ വരുമ്പോൾ മിക്കവാറും 3rd വീക്കിലായിരിക്കും ഞങ്ങൾ മെയിൽ വരാറുള്ളത് സാധാരണ. അപ്പോൾ അവിടെ ഇത് മിസ്സാകാറുണ്ട്. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. നമുക്കെപ്പോഴും അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അന്നദാനത്തിന് അതിൻ്റെ ഒരു എത്ര കൂട്ടാനൊക്കെ 2-3 ഐറ്റമേ ഉള്ളെങ്കിലും നമുക്കതിൻ്റെ ഒരു സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന് എല്ലാവർക്കും, കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാകുന്നതാണ്. നമുക്ക് ആ ഒരു ഫീലിങ്. ഇത് ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ മണ്ണാർശാലയിൽ പോയി. മണ്ണാർശാലയിലും ഞാൻ പറയില്ലേ, വീടിനടുത്താണ്, ഒരു 1/2 മണിക്കൂർ ഡിസ്റ്റൻസുള്ള മണ്ണാർശാലയിൽ പോകാൻ. അപ്പോൾ മണ്ണാർശാലയിൽ എല്ലാ വർഷവും മണ്ണാർശാലയിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഹരിപ്പാടിലും മണ്ണാർശാലയിലും നാഗരാജ ക്ഷേത്രത്തിലും പോകാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഈ വർഷവും അത് പോകാൻ പറ്റി, തൊഴാൻ പറ്റി. കാരണം അധികം തിരക്കൊന്നുമില്ലാതെ നല്ല രീതിയിൽ 2 അമ്പലത്തിലും തൊഴാൻ പറ്റിയതിലും വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ ക്ലൈമറ്റ് ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. വെയിലാകുമ്പോൾ ഭയങ്കര ചൂടാണ്. നല്ലൊരു 10 ദിവസമേ ഉള്ളതുകൊണ്ട് എല്ലായിടവും ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം കവർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി എൻ്റെ ഒരു കസിൻ്റെ മാരേജ് ഉണ്ട് 20-ാം തീയതി. അപ്പം അതാണ് ഒരു ത്രില്ല്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടണം, അതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.